കരിയിലയിൽ നിന്നാണോ ഇത്രയധികം പച്ചക്കറികൾ? എന്ത് ഈ കരിയിലയിൽ പച്ചക്കറി വേസ്റ്റ് ഇട്ടാൽ 100 മേനി കൂർക്ക വിളയുന്നു. നമുക്ക് നോക്കിയാലോ? കുറഞ്ഞ സ്ഥലമുള്ളവർക്ക് വളരെ എളുപ്പത്തിൽ തന്നെ കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് കേട്ടോ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. നമ്മൾ ഇവിടെ കറിക്ക് മേടിച്ചിട്ടുള്ള കൂർക്ക മുളപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അത് പാത്തിയിലാണ് കേട്ടോ മുളപ്പിച്ചെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മുടെ കൂർക്കെല്ലാം മുളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഒരുപാട് ചാക്ക് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അതും സിമൻറ്റ് ചാക്കാണ്. ഇത് ഞാൻ സംഘടിപ്പിച്ചത് എവിടുന്നാന്ന് വെച്ചാൽ നമ്മുടെ റോഡ് പണി നടക്കുന്ന സമയത്ത്, റോഡ് പണിയല്ല, റോഡിൻ്റെ കാനഡ സ്ലാബിൻ്റെ പണി നടക്കുന്ന സമയത്ത് പണിക്കാരെ കയ്യിൽ നിന്ന് മേടിച്ചെടുത്ത കുറേ ചാക്കുകളാണ് കേട്ടോ, സിമൻറ്റ് ചാക്ക്. ഇത് മതി എനിക്ക് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ടെറസ് തോട്ടം തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ നമ്മുടെ കൃഷി രീതിക്ക് വേണ്ടിയിട്ട് ആ ചാക്ക് എടുത്ത് ഇട്ടിട്ടുണ്ട്. 2 ദിവസം മഴ നനഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാനത് ഉപയോഗിച്ചിട്ടുള്ളത്. ഇപ്പം നമ്മൾ നാട്ടിൽ നിന്ന് എനിക്ക് നടാൻ വേണ്ടിയിട്ട് കൊടുത്തു വിട്ടതാണ് 2 തൈകളുണ്ടായിരുന്നേ. ഒന്ന് നമ്മുടെ ഈ വാഴനയിലല്ലേ, പട്ടയുടെ തൈയാണ് കേട്ടോ ഇത്. പിന്നെ ഒന്ന് കുരുമുളകിൻ്റെ തൈയും. ഇത് നാട്ടിൽ നിന്ന് കൊടുത്തു വിട്ടതാണ് കേട്ടോ. ഞാനത് നട്ട് പിടിപ്പിച്ചതിന് ശേഷം നമ്മുടെ കൂർക്ക എങ്ങനെ നല്ല ഭംഗിയിൽ നടാമെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാനിത് ജസ്റ്റ് ഒന്ന് നമ്മുടെ ഒരു പെയിൻറ്റിൻ്റെ ബക്കറ്റിൽ കുറച്ച് മണ്ണുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഓൾറെഡി നമ്മുടെ പൊന്നാങ്കണ്ണി ചീര നിൽക്കുന്നുണ്ട്. പിന്നെ വേറൊരു ചെടിയും കൂടി നിൽക്കുന്നുണ്ട് കേട്ടോ, വേറൊരു പച്ചക്കറിയും കൂടി നിൽക്കുന്നുണ്ട്. അത് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഈ ഒരു ചെടി നട്ടു കൊടുക്കാം കേട്ടോ. ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് ഗുണമുണ്ട്. ഈ ഒരു തൈ പിടിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഇല നല്ല ഇറച്ചി കറിയൊക്കെ വെക്കുമ്പോഴും ബിരിയാണിയൊക്കെ വെക്കുമ്പോഴൊക്കെ ഉപയോഗിക്കാം. പിന്നെ അതുമല്ല, നമുക്ക് അട രൂപത്തിലുള്ള ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതുണ്ടാക്കാൻ പറ്റും. കുമ്പിളട അങ്ങനെ എന്തുകൊണ്ടാണ് അതിൻ്റെ പേര് തോന്നുന്നു. എനിക്ക് ശരിക്കും കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ. ഞാനിതുവരെ ആരും അട കഴിച്ചിട്ടില്ല, യൂട്യൂബിലൊക്കെ കണ്ടിട്ടുള്ളൂ കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു പടവലങ്ങനെ തൈയാണ് ആ ബക്കറ്റിൽ മുളച്ചിട്ടുള്ളത് കേട്ടോ. അപ്പം ഇതിൻ്റെ മുകളിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഞാനോരോ പടവലങ്ങ പറിച്ചു കൊണ്ടുപോകാറുണ്ട്, അത് നിങ്ങളെ കാണിക്കാറുണ്ട് കേട്ടോ. പിന്നെ കുരുമുളകിൻ്റെ തൈ നമ്മൾ ഒരുപാട് തവണ കുരുമുളകിൻ്റെ വള്ളി നാട്ടിൽ നിന്ന് കൊണ്ട് പിടിപ്പിച്ചിട്ടുള്ളതാണ്. ഇപ്രാവശ്യം എനിക്ക് വേരോടുക്കനും കൂടിയിട്ട് ഒരു തൈയാണ് കേട്ടോ അമ്മ കൊടുത്തയച്ചിട്ടുള്ളത്. അപ്പോൾ അതാണ് ഞാനിതിൽ വെച്ച് പിടിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ബക്കറ്റിൻ്റെ അതേ ഒരു സൈഡിൽ ഞാൻ പിടിപ്പിച്ച് കൊടുക്കാറുണ്ട്. ഇത് പടരണ കുരുമുളകാണ്. അപ്പോൾ നമ്മുടെ അവിടെ വെക്കാനൊന്നും സ്ഥലമില്ല, താഴെ ഒരു മാവാണുള്ളത്. മാവിൻ്റെ മുകളിലേക്ക് ഒരുപാട് തവണ നമ്മൾ പിടിപ്പിച്ചിട്ട് പടർത്താൻ നോക്കിയിട്ടുള്ളതാണ്, അതൊക്കെ ഫ്ലോപ്പായിപ്പോയി. ഇതിപ്പോൾ ഞാനിതിങ്ങനെ ചെയ്ത് നോക്കട്ടെ, എൻ്റെ മനസ്സിലൊരു ചെറിയൊരു ഐഡിയ ഉണ്ട്, അതിനനുസരിച്ചിട്ട് ഇത് പിടിച്ച് കിട്ടിയാൽ അതിനനുസരിച്ചിട്ട് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ ആ കുരുമുളകിൻ്റെ തൈയും കൂടിയും ഈ ബക്കറ്റിൽ വെച്ച് കൊടുക്കാനുണ്ട്. ഇതിൽ നല്ല മണ്ണാണ് ഇട്ടുള്ളത്. ഈ മണ്ണ് എന്ന് പറയാൻ ഇതിൻ്റെ താഴെ ഞാൻ കരിയിലയും അതുപോലെ കമ്പോസ്റ്റും എല്ലാം ഇട്ടിട്ടുണ്ടാക്കിയ ഒരു ബക്കറ്റിൽ അങ്ങനെ സെറ്റ് ചെയ്തിട്ടായി. ഇതാണ് ഫുള്ള് മണ്ണായിട്ടുണ്ട്. അപ്പോൾ അതിലാണ് കേട്ടോ ഞാൻ വെച്ച് കൊടുക്കുന്നത്. ഇതിന് ഇനി പ്രത്യേകിച്ച് വളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ പിന്നെ ഇതിപ്പോൾ മഴക്കാലമല്ലേ, നമ്മൾ നനച്ച് കൊടുക്കാണ്ട് തന്നെ ഇത് പിടിച്ചു കിട്ടുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇതുപോലെ നമുക്ക് ടെറസിൽ ഓരോ ദിവസം ഓരോ തൈകൾ നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല സമ്പൂർണ്ണമായിട്ടുള്ളൊരു പച്ചക്കറിത്തോട്ടം തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഈ മാസം ഞാൻ നേരത്തെ തന്നെ നമ്മുടെ ഇരുമ്പാമ്പുള്ളിയുടെ തൈ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളിനി കൂർക്കയുടെ കൃഷി രീതിയിലേക്ക് കടക്കാം. അപ്പോൾ സാധാരണ കൂർക്കൊക്കെ മണ്ണുള്ള ഭൂമിയിലാണ് കൃഷി ചെയ്യുക. ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് ടെറസിലാണ് കേട്ടോ. അപ്പോൾ അതും നമ്മുടെ സിമൻറ്റ് ചാക്ക് വെച്ചിട്ട്, അപ്പോൾ അത് ഞാൻ കയറൊക്കെ കെട്ടി മറിച്ചെടുത്തിട്ടുണ്ട് സിമൻറ്റ് ചാക്ക് ഇട്ടാൽ. അപ്പോൾ ഞാനിത് 2 ദിവസം മഴയത്തിട്ടെന്ന് പറഞ്ഞില്ല, അത് അതിൻ്റെ മുകളിലത്തെ സിമൻറ്റ് പോകാനാണ്. മഴയില്ലെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ച് കഴുകിയാലും മതി കേട്ടോ. അപ്പം ഞാൻ അതിലേക്ക് ചിരട്ട കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വാഴക്കൻ്റെ ആ ഒരു തണ്ടില്ലേ, അത് കൊടുത്തിട്ടുണ്ട്. കരിയില കൊടുത്തിട്ടുണ്ട്. ഇതാ പച്ചക്കറിയുടെ കുറേ വേസ്റ്റ് ഉണ്ട്, ചക്കയുടെ വേസ്റ്റ്, പിന്നെ പഴത്തിൻ്റെ തൊലി, അങ്ങനെ ഒരുപാട് വേസ്റ്റ് ഉണ്ട്. അപ്പോൾ അത് നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മേലേക്ക് ഇനിയും കരിയില കൊടുക്കാം കേട്ടോ. ഇനി മണ്ണ് ഉപയോഗിക്കുന്നില്ലേ എന്ന് വിചാരിക്കേണ്ട, മണ്ണ് ഉപയോഗിക്കുന്നുണ്ട്.
അപ്പോൾ ഇതിൽ അത്യാവശ്യം ഈ ഒരു ചാക്കിൽ നല്ല രീതിയിൽ തന്നെ ഇതെല്ലാം കയറും കേട്ടോ. നല്ലോണം കുത്തി നിറച്ചാക്കാം. എന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ താഴ്ന്ന് വരും. ഈ പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ നന്നായി പെട്ടെന്ന് തന്നെ ദ്രവിക്കുമല്ലോ. അപ്പോൾ അത് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ താഴ്ന്നിട്ട് പിന്നെ കുറച്ച് മണ്ണ് പോലെയുള്ള പോലെ നമുക്ക് തോന്നുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ നമ്മൾ ഈ ഗ്രോ ബാഗ് സെറ്റ് ചെയ്യുമ്പോൾ ഇതേപോലെ, മണ്ണില്ലാതെ ഗ്രോ ബാഗ് സെറ്റ് ചെയ്യുമ്പോൾ ഇതേപോലെ സെറ്റ് ചെയ്യണം. അത്യാവശ്യം കരിയിലയും പിന്നെ അതുപോലെ പച്ചക്കറിയുടെ വേസ്റ്റും ഒക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ അടിയിൽ ആ ചിരട്ട ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ആ ഗ്രോ ബാഗിനൊരു ബലം വരും. എന്തെന്ന് വെച്ചാൽ ഇങ്ങനെ അങ്ങനെ ചുളുങ്ങി പോവില്ല, നല്ല വട്ടത്തിൽ നല്ല കറക്റ്റായിട്ട് ഇരിക്കും ചെയ്യും കേട്ടോ ഈ ചിരട്ട ഇട്ട് കൊടുക്കുന്ന സമയത്ത്. അപ്പം നമ്മളതങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയും കരിയില ഫുള്ള് നിറച്ച് സെറ്റാക്കി ഞാനൊരു 3 ചാക്കാണ് എടുത്തിട്ടുള്ളത് കേട്ടോ, സിമൻറ്റ് ചാക്ക്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് മണ്ണിട്ട് കൊടുക്കാം. ഇത് നല്ല വായുസഞ്ചാരമുള്ള മണ്ണാണ് കേട്ടോ, മെറ്റലിൻ്റെയൊക്കെ ഒരു അംശമുള്ള മണൽ പോലത്തെ മണ്ണാണ്. ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ കയ്യിൽ നല്ല വെജിറ്റബിൾ കമ്പോസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് നല്ല പൊടിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് മണ്ണ് രൂപത്തിലായിട്ടുണ്ട്. കരിയിലയും വെജിറ്റബിളും ഒക്കെ കൂടിയിട്ട്, വെജിറ്റബിളിൻ്റെ വേസ്റ്റൊക്കെ കൂടി ഇട്ട കമ്പോസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതും കുറച്ച് നല്ല രീതിയിൽ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കൂർക്ക നടാം. നിങ്ങളിങ്ങനെ ചാക്കിലൊക്കെ കൃഷി ചെയ്യുന്നവരാണെങ്കിൽ കമൻറ്റിൽ പ്രത്യേകം പറയണം കേട്ടോ. ഇതേ രീതിയിൽ മണ്ണ് വളരെ കുറഞ്ഞിട്ട് ഇതേ രീതിയിൽ കൃഷി ചെയ്യണവരൊക്കെ ഉണ്ടാവും. ഇപ്പം എല്ലാവരും ഇങ്ങനെ കരിയിലൊക്കെ ഇട്ടിട്ടാണ് കൃഷിയൊക്കെ ചെയ്യുന്നത്. മണ്ണ് കുറവാണെങ്കിലും ഈ കരിയില ഉപയോഗിച്ചിട്ട് ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് കൃഷി ചെയ്യുക എന്നുള്ളത് റുക്യാസ് വേൾഡ് എന്ന് പറയുന്ന ചാനലിൽ നിന്നാണ് കേട്ടോ ഞാൻ ആ ഒരു രീതി പഠിച്ചത്. അപ്പോൾ അത് എനിക്ക് നല്ല ഗുണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൂർക്ക മുളച്ച് വന്നേന്ന് ഇതേപോലത്തെ തണ്ടുകളാണ് നമ്മൾ നടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതേപോലത്തെ തണ്ടുകൾ ഇങ്ങനെ പൊട്ടിച്ചെടുത്തിട്ട്, ചെനപ്പ് പൊട്ടിച്ചെടുത്തിട്ട് ഇത് കുത്തുമ്പോൾ, നമ്മൾ ഈ മണ്ണിലേക്ക് ഇറക്കി കുത്തുമ്പോൾ ഒന്നിങ്ങനെ ചെരിച്ച് ആ ഒരു ചെനപ്പ് കെടുത്തിയിട്ട് ഇങ്ങനെ കെടുത്തിയിട്ട് കുത്തനെ നിർത്താതെ ഒന്നിങ്ങനെ കെടുത്തിയിട്ട് നടുക. എന്നിട്ട് അതിൻ്റെ ആ ഒരു ചെനപ്പ് വരുന്ന ഭാഗത്തേക്കൊക്കെ, അതിൻ്റെ തണ്ട് വരുന്ന ഭാഗത്തേക്കൊക്കെ കുറച്ച് മണ്ണിങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ എവിടെ നിന്നൊക്കെ അതിന് വേര് വരാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ഓരോ ചെനപ്പില്ലേ അവിടെയൊക്കെ അതിന് വേര് വന്നിട്ട് കൂർക്കകൾ ഉണ്ടാവും. അങ്ങനെയാണ് നമ്മൾ കൂർക്ക നടുന്ന രീതി. നമ്മൾ മണ്ണിലാണ് കൂർക്ക നടന്നു വെച്ചെങ്കിൽ മണ്ണ് ഇതുപോലെ തടക്കം ഒരുക്കി നല്ല ചാണകപ്പൊടിയും അതുപോലെ തന്നെ ചാരവും ഒക്കെ മിക്സ് ചെയ്തിട്ട് മണ്ണൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇതേപോലെ തന്നെ ചെനപ്പ് നമുക്കിങ്ങനെ നട്ടു കൊടുക്കാം. കുറേ നമുക്ക് ഭൂമിയൊക്കെ ഉള്ളവരാണെങ്കിൽ അങ്ങനെ നടാം. അല്ലെങ്കിൽ ഇതേപോലെ ഒരു ചാക്കിൽ ഇതേപോലെ സെറ്റ് ചെയ്തിട്ട് എടുത്തു കഴിഞ്ഞാൽ ആ ചാക്കിൽ തന്നെ ഇഷ്ടംപോലെ കൂർക്ക ഉണ്ടാവും. കൂർക്ക ഇതുപോലെ നട്ട് കഴിഞ്ഞിട്ട് ഒരു 120-150 ദിവസമാണ് ഇതിൻ്റെ കണക്ക്. ഏകദേശം ഒരു 5 മാസത്തോളം വേണം ഇത് കൂർക്ക നമുക്ക് ഉണ്ടായി കിട്ടാനിട്ട്. അതേപോലെ തണ്ട് നട്ടതിന് ശേഷം ഒരു 5 മാസം ഏകദേശം പിടിക്കും കൂർക്ക ഉണ്ടായി കിട്ടാൻ. പിന്നെ ഇതിൻ്റെ ഇലകളൊക്കെ ഒരു മഞ്ഞ കളറായിട്ട് വരുന്ന സമയത്ത് നമുക്കിത് പറിക്കാമെന്ന് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിന് അത്യാവശ്യം വെയിലിൻ്റെ ഒക്കെ ആവശ്യമാണ്, നല്ല നനയുടെ ആവശ്യമുണ്ട്. പിന്നെ ഇതിപ്പോൾ നമ്മൾ വളം എല്ലാ കമ്പോസ്റ്റ് രീതിയിലാണ് നമ്മൾ ഈ നട്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അത്യാവശ്യത്തിനുള്ള വളമൊക്കെ ഇതിന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇടയ്ക്ക് പുളിച്ച കഞ്ഞിവെള്ളം നേർപ്പിച്ചിട്ടൊക്കെ ഒഴിച്ചു കൊടുക്കാം. അരി കഴുകിയ വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ജൈവവളങ്ങളാണ് ഇതിന് ഏറ്റവും ബെസ്റ്റ് ഇട്ടാ. പിന്നെ ചാണകപ്പൊടിയും ചാരമൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ തന്നെ നട്ടു വെച്ച നമ്മുടെ ഈ ഒരു 2 ചെടികൾക്കും നമ്മളിതാ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതൊക്കെ പിടിച്ച് കഴിഞ്ഞ് ഇതിൻ്റെ ഇലയൊക്കെ പൊട്ടിച്ച് ഞാൻ ആ ഒരു കുമ്പിളപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ കറികൾക്കൊക്കെ ഈ ഇല പൊട്ടിച്ചിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. മീൻ കറി വെക്കുമ്പോഴൊന്നും ഇടില്ല എന്ന് തോന്നുന്നു. ഇറച്ചിക്കറി വെക്കുമ്പോൾ, ബിരിയാണി വെക്കുമ്പോഴൊക്കെയാണ് തോന്നുന്നത് ഇതിടാറ്. പിന്നെ നമ്മുടെ മുല്ല നന്നായിട്ട് വെട്ടിക്കൊടുത്തിട്ട്, കമ്പൊക്കെ വെട്ടിക്കൊടുത്തിട്ട് നിറച്ചും പൂക്കൾ വരാൻ വേണ്ടി തയ്യാറെടുപ്പിലാണ് കേട്ടോ മുല്ല നിൽക്കുന്നത്. നല്ല എല്ലാ ചെനപ്പിലും മുട്ട് വന്നിട്ടുണ്ട്. അതിങ്ങനെ വിരിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ കാത്തിരിക്കുന്നത്. അപ്പോൾ നല്ല മണം ഉണ്ടാവും തോട്ടത്തിലേക്ക് കയറുമ്പോൾ. പിന്നെ നമ്മുടെ ബോഗൺവില്ല ഞാനിതാ കമ്പ് കുത്തിയിട്ട് പിടിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാനിതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കണ്ടേ. അപ്പോൾ നമ്മൾ കൂർക്ക നട്ടതിൻ്റെ വീഡിയോയുടെ ലിങ്കും ഈ വീഡിയോയുടെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ പിടിപ്പിക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ബോഗൺവില്ല സെറ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഒരു ചട്ടിയിൽ തന്നെ പല കളറാണ് പിടിപ്പിച്ചിട്ടുള്ളത്.
പിന്നെ ഇതാ നമ്മുടെ പയർ ഞാൻ പറഞ്ഞിട്ടില്ലേ, നമ്മുടെ ചേന നട്ടത് മുളച്ച് വന്നിട്ടില്ല. അതിൽ പയറിൻ്റെ വിത്ത് ഇട്ടപ്പോൾ മുളച്ച് വന്നിന്ന്. ചേനയും മുളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. 2 ചെനപ്പ് എനിക്ക് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ തോട്ടത്തിലുണ്ടായ പയറൊക്കെ പറിച്ചിട്ട് ഞാനിതാ ഇന്നത്തെ കൃഷിയൊക്കെ കഴിഞ്ഞ് ഇന്നത്തെ നടിയിലും അതുപോലെ വിളവെടുപ്പൊക്കെ കഴിഞ്ഞിട്ട് താഴത്തേക്ക് പോവാണ്. നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ ലൈക്കും ഹൈപ്പൊക്കെ തരാം കേട്ടോ. അപ്പോൾ എന്നും പറയുന്നത് പോലെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ടാറ്റ ബൈ ബൈ, സീ യു.